എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കണം. അതിനി കോലം കെട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, സ്വയം മാറിയിട്ടാണെങ്കിൽ അങ്ങനെ. എന്തായാലും ജയത്തിൽ കുറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കോൺഗ്രസുകാരുടെ ഇപ്പോഴത്തെ നിലപാട് കണ്ടപ്പോൾ തോന്നിപ്പോകുന്നതാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് കപട ജനനന്മ ചെയ്യുക, ഭരണപക്ഷത്തിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക, കവലയിലും മറ്റും പോയിരുന്ന് ഞങ്ങളുടെ കാലത്തുണ്ടല്ലോ എന്നും പറഞ്ഞ് തള്ളി മറിക്കുക തുടങ്ങി ആളുകളെ ചാക്കിലാക്കുന്ന പല ടെക്നിക്കുകളും കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലിലുള്ള വോട്ട് പിടുത്തത്തിനും ഇറങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. അല്ലെങ്കിലും നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറണം, അത്ര തന്നെ. അതിനി ആണെങ്കിൽ AI. 2026 നിയമസഭ പിടിക്കാൻ പരമ്പരാഗത പ്രചാരണ തന്ത്രങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്നും ആധുനിക സാങ്കേതിക വിദ്യ കൂടി പരീക്ഷിക്കണമെന്നുള്ള ബുദ്ധി AK ആന്റണിയുടെ തലയിലാണ് ആദ്യം ഉദിച്ചത്. പുത്തൻ കാലത്തെ സാങ്കേതിക വിദ്യ AI ആണത്രേ. അത് മൂപ്പർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. AI സംബന്ധിച്ച് വ്യക്തമായ പരിശീലനം മുതിർന്ന നേതാക്കളടക്കം എല്ലാവർക്കും ലഭിക്കണമെന്നും KPCC അതിന് മുൻകൈ എടുക്കണമെന്നുമാണ് ആന്റണി മൂപ്പൻ പറഞ്ഞത്. AI-യുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകൾ വാർത്തയായ നാളുകളിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജുവിനോടും ശാസ്ത്രവേദി ചെയർമാൻ പ്രൊഫസർ അച്യുത് ശങ്കറിനോടും ഇങ്ങനെ പറഞ്ഞത്. ആന്റണി പറഞ്ഞാൽ പാർട്ടിയിൽ പിന്നെ അപ്പീലില്ല, AI എങ്കിൽ AI. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് KPCC ഭാരവാഹികൾക്കും DCCC പ്രസിഡന്റുമാർക്കും AI-യിൽ പരിശീലന ക്ലാസ് നൽകാനാണ് പ്ലാൻ. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി അവരുടെ ഉന്നത നേതാക്കൾക്ക് AI-യിൽ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ എന്ന ആമുഖത്തോടെ നേതാക്കളുടെ താല്പര്യമനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ പരിശീലനം നൽകാനാണ് പദ്ധതി. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ക്ലാസ്സിന് വേണ്ടിയുള്ള മൊഡ്യൂൾ ഉൾപ്പെടെ അച്യുത് ശങ്കർ തയ്യാറാക്കുകയുണ്ടായി. രാവിലെ ഭാരവാഹി യോഗത്തിന് ഇന്ദിരാഭവനിൽ എത്തുന്ന നേതാക്കൾ ഉച്ച കഴിഞ്ഞ് മുങ്ങാതെ ക്ലാസ്സിൽ കയറണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. ക്ലാസ്സിൽ കയറാത്തവർക്ക് ഇമ്പോസിഷൻ ഉണ്ടത്രേ. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആവിഷ്കരണം, തിരഞ്ഞെടുപ്പ് പ്രവചനം, നിയമങ്ങളും ബില്ലുകളും വിലയിരുത്തി പത്രക്കുറിപ്പ് തയ്യാറാക്കൽ, പ്രകടന പത്രിക തയ്യാറാക്കൽ, പ്രസംഗം തയ്യാറാക്കാനും ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള പോയിന്റുകൾക്കും, പ്രചാരണ വീഡിയോകളും പാട്ടുകളും കാർട്ടൂണുകളും തയ്യാറാക്കാൻ, ചാറ്റ് ബോട്ടുകളുടെ ഉപയോഗം, വാർത്തകളെയും ഫേസ്ബുക്ക് കമന്റുകളെയും എക്സ്പോസ്റ്റുകളെയും വിലയിരുത്താൻ, വോയിസ് ഓവർ വീഡിയോകൾ തയ്യാറാക്കാൻ, ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിനും വോയിസ് ടൈപ്പിംഗ്, ഇതൊക്കെയാണ് AI എന്നതുകൊണ്ട് ആന്റണി മൂപ്പൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊപ്പം MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ AI സോഷ്യലിസം കൊണ്ടുവരുമോ എന്ന ചർച്ചയും നേതാക്കൾ നടത്തും. AI ഇടപെടലുകളിൽ US-നെ ചൈന മറികടക്കുമോ, എന്താണ് AI ടൂളുകൾ, എന്താണ് ChatGPT, ഗൂഗിളും ChatGPTയും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളും മുതിർന്ന നേതാക്കൾ പഠിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ നേതാക്കന്മാരെല്ലാം അടിമുടി മാറാൻ പോവുകയാണെന്നാണ് കേട്ടത്. AI-യോട് ചോദിച്ചിട്ട് മാത്രമേ അവരിനി ഓരോ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ അത്രേ. അല്ല നേതാക്കളെ, ഈ പഠിക്കലിനെയും പഠിപ്പിക്കലിനെയും ഇടയിൽ സമയമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എങ്ങനെയെന്ന് കൂടി AI-യോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണേ. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാലോ.